അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തിന്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി സംവിധാനിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെ മൂല്യമുള്ളതായി നാം കാണുന്നതുമായ ഒന്ന് കുടുംബത്തോടൊപ്പം നാം വസിക്കുന്ന, താമസിക്കുന്ന വീട് എന്നതാണ്. വിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട കാര്യം പരിചയപ്പെടുത്തിയപ്പോൾ വമസാകിനു തർലൗനഹ, നിങ്ങൾ തൃപ്തിയോടെ ഇഷ്ടത്തോടെ കാണുന്ന വീടുകൾ, ഭവനങ്ങൾ എന്നാണ് പ്രയോഗിച്ചത്, പരിചയപ്പെടുത്തിയത്. ആ വാക്കിന്റെ താൽപര്യം നമ്മുടെ വീടിന്റെ ഭംഗിയെയും അതിന്റെ അലങ്കാരത്തെയും വീട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സമാധാനത്തെയുമെല്ലാം ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ്. എവിടെയാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തുക, കുടുംബത്തോടൊപ്പം ചേരുക എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് തർലൗനഹ, നിങ്ങൾക്ക് തൃപ്തി തരുന്ന, ഇഷ്ടം തരുന്ന വീടുകൾ, വിശുദ്ധ ഖുർആൻ ആ നിലക്ക് അതിനെ പരിചയപ്പെടുത്തിയത്. പരലോകത്ത് അള്ളാഹു ഒരുക്കിയിട്ടുള്ള
വീടാകുന്ന സ്വർഗത്തെക്കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയപ്പോഴും മസാക്കിൻ എന്ന പദം തന്നെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. വമസാകിന ത്വയ്യിബ, ത്വയ്യിബത്തായ നല്ലതായ വീടുകൾ, ഭവനങ്ങൾ എന്നാണ് വിശുദ്ധ ഖുർആന്റെ പ്രയോഗം. രണ്ട് സ്ഥലങ്ങളിൽ ഖുർആനെ സംബന്ധിച്ച് ഈ കാര്യം പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. എന്താണ് രണ്ട് ഭവനങ്ങളും തമ്മിലുള്ള വ്യത്യാസം? ഏറ്റവും പ്രധാന വ്യത്യാസം ദുന്യാവിലേത് താൽക്കാലികമാണ്. അത് എത്ര ഭംഗി പിടിപ്പിച്ചാലും അലങ്കരിച്ചാലും അതിന്റെ കേടുപാടുകൾ തീർത്താലും പരിപൂർണ സമാധാനവും സ്വസ്ഥതയും നമുക്ക് നൽകുന്ന വീടായി അത് മാറുകയില്ല. എല്ലാ ഭംഗിയും എല്ലാ അലങ്കാരവും ഒത്തുചേർന്ന ഒരു വീടായി അത് മാറുകയില്ല. അതുകൊണ്ടാണ് നമ്മുടെ വീട് കൂടാതെ ഒരു 10 വീട് നമ്മൾ കണ്ടാൽ നമ്മുടെ വീടിനില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ, സവിശേഷതകൾ, അതേപോലെ തന്നെ ഭംഗിയും അലങ്കാരവുമുള്ള കാര്യങ്ങൾ, അതിന്റെ വിശാലത, അതിന്റെ ആകർഷണീയത, അതിന്റെ രൂപം 10 വീടുകളിൽ നമ്മുടെ വീട് ഒന്നുമല്ലാതെ ആകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണ്? താൽക്കാലികമാണ്. മരണം വരെ കഴിയാനുള്ള ഒരു ഇടമാണ്. മരണമെത്തിയാൽ ആ വീടുമായിട്ടുള്ള നമ്മുടെ എല്ലാ ബന്ധങ്ങളും മുറിയുകയാണ്. സ്വർഗം എന്നത് അങ്ങനെയല്ല. ഒരാൾക്ക് എന്താണോ വേണ്ടത്, എത്രയാണോ വേണ്ടത്, എന്താണോ ആഗ്രഹം, അതെല്ലാം ഒരുക്കപ്പെട്ട, സംവിധാനിക്കപ്പെട്ട ലോകമാണ് സ്വർഗീയ ലോകം എന്നത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഭവനം ത്വയ്യിബത്താണ്. ആര് കണ്ടാലും ഭംഗിക്കുറവില്ലാത്ത, ആര് നോക്കിയാലും കേടില്ലാത്ത, ഒരു പരിഷ്കരണവും ആവശ്യമില്ലാത്ത, പഴയത് മാറ്റി പുതുക്കേണ്ടതില്ല, പുതിയത് മോടി പിടിപ്പിക്കേണ്ടതില്ല, ഇരിക്കാനും കിടക്കാനും നിൽക്കാനും എന്തിനും സൗകര്യം ഒരുക്കപ്പെട്ട വീടാണ് സ്വർഗം എന്നത്. അതാണ് വമസാകിന ത്വയ്യിബതൻ, എന്നെന്നും നിലനിൽക്കുന്ന, ശാശ്വതമായി ഉണ്ടാകുന്ന, ആർക്കും നമ്മെ വെട്ടിമാറ്റാനോ മുറിച്ചു മാറ്റാനോ അറുത്തുമാറ്റാനോ നാടുകടത്താനോ പറ്റാത്ത, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തമായി നൽകുന്ന ലോകമാണ്, വീടാണ് സ്വർഗം എന്നത്. ഇത് അടിസ്ഥാനപരമായ വ്യത്യാസമാണ്. ഇനി സ്വർഗത്തിന്റെ കാര്യങ്ങൾ പരിശോധിക്കപ്പെട്ടാൽ, ദുന്യാവിന്റെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കപ്പെട്ടാൽ വ്യത്യാസങ്ങൾ മാത്രമാണ്, അന്തരങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ദുന്യാവിന്റെ വീടിനെ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത് സ്വർഗത്തെ നിങ്ങൾ ചോദിച്ചോളൂ എന്നാണ്. എല്ലാ ദിവസവും 3 തവണ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥന എന്താണ്? അല്ലാഹുവേ ദുന്യാവിൽ ഒരു വീട് താ എന്നല്ല, അല്ലാഹുവേ ദുന്യാവിലുള്ള വീട് എന്റെ പേരിലേക്കാക്കിത്താ എന്നല്ല, അല്ലാഹുവേ ദുന്യാവിലുള്ള വീട് അത് എനിക്ക് മേൽക്കോയ്മയുള്ള, എനിക്ക് ആധിപത്യമുള്ള ഒരു വീടാക്കി തരണേ എന്നല്ല. അല്ലാഹുവേ ദുന്യാവിലെ വീടിന്റെ പേരും പറഞ്ഞ് എന്നെ ഉപദ്രവിക്കുന്ന, എന്നെ പ്രയാസപ്പെടുത്തുന്ന മക്കളോ ഭാര്യയോ കുടുംബക്കാരോ ഉണ്ടാകരുതേ എന്നല്ല. എല്ലാ ദിവസവും അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്
അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹ് എനിക്ക് സ്വർഗം താ എന്നാണ്. എന്തൊരു സവിശേഷമാക്കപ്പെട്ട പ്രാർത്ഥനയാണ് നോക്കൂ നിങ്ങൾ. ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം സ്വർഗം കൊടുക്കുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന വിശ്വാസിക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സ്വർഗം പറയുന്നു, അല്ലാഹ് എന്നെ കൊടുക്കാവന്, എന്നെ ചോദിക്കുന്ന നിന്റെ അടിമക്ക് നാഥാ എന്നെ കൊടുക്കണം. ഒരു പ്രാർത്ഥനയ്ക്കുള്ള പരിഹാരം ആര് പറയുന്നു? നമ്മൾ എന്താണോ റബ്ബിനോട് ചോദിക്കുന്നത്, എന്തിനെയാണോ നമ്മൾ ചോദിക്കുന്നത്, അത് അല്ലാഹുവോട് നമുക്ക് വേണ്ടി പ്രത്യേകം ഇടപെടുകയാണ്. വഅഊദു ബിക മിനന്നാർ, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് കാവൽ നൽകണേ നാഥാ. നരകം പറയുന്നു, അല്ലാഹ് ഈ അടിമയെ, ഈ മനുഷ്യനെ നരകത്തിലേക്ക് നീ ഇടരുത്, നരകത്തിന്റെ അവകാശിയാക്കരുത്. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി സ്വർഗവും നരകവും റബ്ബിനോട് പറയുന്ന കാര്യങ്ങളാണ്. ആ സ്വർഗീയ ഭവനം സ്വായത്തമാക്കണമെങ്കിൽ എന്ത് വേണം? കഠിനാധ്വാനം ചെയ്യണം, നന്നായി പ്രയത്നിക്കണം. ഇവിടെ ദുന്യാവിൽ 1000 സ്ക്വയർ ഫീറ്റ്, 800 സ്ക്വയർ ഫീറ്റ് വീട് കിട്ടണമെങ്കിൽ നമുക്ക് വേണ്ട അധ്വാനം എത്രയാണ്? സ്വന്തമായി സ്ഥലം വേണം. ആരാന്റെ പറമ്പിൽ പോയി വീടെടുത്താൽ ആട്ടിവിടും നമ്മളെ, നാട് കടത്തും നമ്മളെ. ഒരിക്കലും നടക്കൂല. നമ്മുടെ ഉപ്പയുടെ പേരിൽ, ഉമ്മയുടെ പേരിലുള്ള ഒരു പറമ്പാണ്, സ്ഥലമാണെങ്കിൽ പോലും ഉപ്പയും ഉമ്മയും മനസ്സറിഞ്ഞ് പറയണം നിനക്കുള്ളതാണ്. അപ്പോഴേ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഭാര്യ പറയും, ഭാര്യ വീട്ടുകാര് പറയും, എന്തൊരു ധൈര്യത്തിലാണ് വീടെടുക്കുന്നത്, വീട് പൂർത്തിയായി കഴിഞ്ഞാൽ നിന്നെയും മക്കളെയും കുത്തുകയില്ല എന്ന് ആര് കണ്ടു? ആക്ഷേപിക്കുകയില്ല, അതുപോലെ തന്നെ ഉപദ്രവിക്കുകയില്ല എന്ന് ആര് കണ്ടു? അതുകൊണ്ട് നീ ആദ്യം ചെയ്യേണ്ടത് നിന്റെ പേരിലേക്കത് മാറ്റണം, പേപ്പറൊക്കെ നിന്റെ പേരിലായി കിട്ടണം. ഇങ്ങനെ പറയുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകുന്നു. സ്ഥലമുണ്ടായാൽ പോരാ, അതിനുവേണ്ട തുക നമ്മൾ കണ്ടെത്തണം. രാവും പകലും പണിയെടുത്ത് ഉള്ള വരുമാനത്തിൽ നിന്ന് മാറ്റിവെച്ച് ലക്ഷങ്ങൾ സ്വരൂപിക്കണം ഒരു വീടായി കിട്ടണമെങ്കിൽ. അതിനാവശ്യമായ പ്ലാന് വേണം. പ്ലാൻ ഉണ്ടായാൽ പോരാ, അതറിയുന്നവർ ചെയ്യണം. ഒരു മനക്കണക്ക് പറഞ്ഞാൽ പോരാ, ഇത്ര നീളത്തിൽ ഇത്ര വീതിയിൽ എന്ന കണക്ക് പോരാ, അത് കൃത്യമായി വരച്ച് അടയാളപ്പെടുത്തി അതിന്റെ ആളെ, പണിയെടുക്കുന്നവനെ ബോധ്യപ്പെടുത്തണം. അതിനുവേണ്ട ചാല് കീറണം, കല്ലുകൾ വേണം, അതിനുവേണ്ട സിമന്റും കല്ലും കമ്പിയും എല്ലാം വേണം. മഴയില്ലാത്ത അവസ്ഥ വേണം. എല്ലാം ആയി എന്ന് കരുതുക, വീട് പണി പൂർത്തിയായെന്ന് വിചാരിക്കുക, എന്നാലും നമുക്ക് മനസ്സമാധാനത്തോടെ കിടക്കാൻ കഴിയൂല. എന്തു വേണം? അതിന് അനുമതി കിട്ടണം. എവിടുന്ന് കിട്ടണം? അത് പഞ്ചായത്തിൽ ഏൽപ്പിക്കപ്പെട്ട ഒരുത്തന്റെ കാൽച്ചുവട്ടിൽ പോയി ഓച്ചാനിച്ചു നിൽക്കണം. എന്നാ കിട്ടുമോ? അപ്പൊ അവൻ വരും, അളക്കും. ഒരു പൊടിക്ക് ഏറെയുണ്ട്, ഒരു പൊടിക്ക് നീളം കൂടുതലുണ്ട്, അത് പൊളിച്ചു മാറ്റണം, അതിനധിക തുക അടക്കണം. നിയമങ്ങളുടെ ഒരു നീണ്ട പട്ടികയായിരിക്കും. ഇനി ആ നിയമം അവൻ കാണാതിരിക്കണമെങ്കിലും അവന്റെ പോക്കറ്റിലേക്ക് വല്ലതും ചുരുട്ടിക്കൊടുക്കണം. ഇവിടെ ഭൂമിയിൽ താമസിക്കണമെങ്കിൽ എന്തൊരു ഇടങ്ങാറാലോചിക്കാണ്, എന്തൊരു ബുദ്ധിമുട്ടാണ്. ഒരു വീടായി കിട്ടണമെങ്കിൽ എല്ലാം പ്രയാസമാണ്. നമ്മൾ ആരും പറയാറില്ല ഇങ്ങനൊക്കെ അധ്വാനിക്കേണ്ടത് കൊണ്ട് എനിക്ക് വീടൊന്നും വേണ്ട, ഞാൻ വല്ല റോഡ് സൈഡിലും ഷെഡ് കെട്ടി താമസിച്ചോളാ എന്നാരെങ്കിലും പറയലുണ്ടോ? ആരും പറയലില്ല. നമ്മൾ വരി നിൽക്കാനും പൂരിപ്പിക്കേണ്ടത് പൂരിപ്പിച്ചു കൊടുക്കാനും, കാശ് കൊടുക്കേണ്ട സമയത്ത് കാശ് കൊടുക്കാനും, ലോഡിറക്കേണ്ട സമയത്ത് ലോഡിറക്കാനും എന്തിനു നമ്മൾ സന്നദ്ധരാകുന്നു. ദുന്യാവിൽ ഒരു വീട് കിട്ടാനുള്ള പണിയാണ്. സഹോദരങ്ങളെ, പരലോകത്ത് അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗം നമുക്ക് സ്വായത്തമാക്കണോ? ഒരു പണിയില്ല. എന്തേ ചെയ്യേണ്ടതുള്ളൂ? 24 മണിക്കൂറിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ട സമയം നമ്മളൊന്ന് മാറ്റിവെക്കണം. ഒരു നേരത്തെ നിസ്കാരത്തിന് വേണ്ടി ഒരു 10 മിനിറ്റ് മാറ്റിക്കൊടുക്കണം. ചെറിയ ചെറിയ ദിക്റുകൾ ചൊല്ലാൻ വേണ്ടി
നടന്നോ ഇരുന്നോ കിടന്നോ എങ്ങനെയും അതിന് സമയം മാറ്റിക്കൊടുക്കണം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു ചെറിയ സമയം, നമ്മുടെ വരുമാനത്തിൽ നിന്ന് കഴിയുന്നത് നമ്മൾ ധർമ്മം ചെയ്യണം. 1-2 പേജ് അള്ളാഹുവിന്റെ കലാം നിത്യമായി പാരായണം ചെയ്യണം. എല്ലാവരോടും നല്ല സ്വഭാവത്തോടുകൂടി പെരുമാറണം. ഭാര്യയോട്, മാതാപിതാക്കളോട്, മക്കളോട്, കൂട്ടുകാരോട്, സഹപ്രവർത്തകരോട്, നാട്ടുകാരോട് നമ്മുടെ ഇടപാടുകൾ നന്നാക്കണം. നിഷിദ്ധങ്ങൾ, വേണ്ടാത്തരങ്ങൾ ജീവിതത്തിലേക്ക് വരാതെ സൂക്ഷിക്കണം. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂറിൽ നിന്ന് എന്തേ നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ? ഏറി വന്നാൽ 1-2, 2.5 മണിക്കൂർ മാത്രം. ബാക്കി മുഴുവൻ സമയവും എന്തിനു വേണ്ടിയാ? ദുന്യാവിനു വേണ്ടിയാണ്, ഭൗതിക സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടിയാണ്. വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ട കാര്യമാണ്. മാത്രവുമല്ല, പരലോകത്ത് അല്ലാഹു ഒരുക്കിയിട്ടുള്ള സ്വർഗമെന്ന ഭവനം നമുക്ക് സ്വന്തമാക്കാൻ, അതിൽ ഒരു ഇടം കിട്ടാൻ, ആ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്നവരിൽ വസീഖല്ലദീന തഖൗ, സൂക്ഷ്മത പാലിച്ച് ജീവിച്ചവർ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് നയിക്കപ്പെടും എന്നല്ലേ ഖുർആൻ പഠിപ്പിച്ചത്. അതിന് അവർ ചെയ്യേണ്ട കാര്യം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഓരോ നഫ്സിന്റെ മേലും അല്ല എന്താണ് കൽപ്പിച്ചത്, അല്ല എന്താ നിയമമാക്കിയത്, ആ ശരീരം കൊണ്ട്, ആ തടി കൊണ്ട് സാധിക്കുന്ന കാര്യം. നമ്മുടെ തടി കൊണ്ട് സാധിക്കാത്ത ഒന്ന് നമ്മുടെ മേൽ അല്ല നിർബന്ധാക്കിയിട്ടില്ല. ഇപ്പൊ ഇവിടെ തന്നെ നോക്കൂ നിങ്ങൾ, നമ്മൾ ഇവിടെ അള്ളാഹുവിന്റെ പള്ളിയിൽ വന്നിരിക്കുന്നു. നമ്മുടെ പ്രായമുള്ള, നമ്മുടെ അത്ര തടിയുള്ള, നീളമുള്ള എത്ര ആളുകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാതെ കിടപ്പറയിലാണ്. അവർ അവിടെ ഇരിക്കുകയാണ്. എന്തേ കാരണം? അവർക്ക് തടിയുണ്ട്, നമുക്ക് തടിയുണ്ട്. അവർക്ക് സമയമുണ്ട്, നമുക്കും സമയമുണ്ട്. അവർ നീളമുള്ളവരാണ്, നമ്മളും നീളമുള്ളവരാണ്. അവർ പ്രായമുള്ളവരാണ്, നമ്മളും പ്രായമുള്ളവരാണ്. എന്താ പ്രശ്നം? നമുക്ക് സൗഖ്യമുണ്ട്, അവർക്ക് സൗഖ്യമില്ല. നമുക്ക് ആഫിയത്തുണ്ട്, ഇവിടെ പള്ളിയിൽ വരാൻ, ഇവിടെ ജുമയിൽ പങ്കെടുക്കാൻ. പല ആളുകളും യാത്രയിലാണ്, നാട്ടിലില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. കിടപ്പ് രോഗി ഇവിടെ പള്ളിയിൽ വന്നിരിക്കണം എന്ന ഒരു നിയമമാണ് അള്ളാഹു നിർബന്ധമാക്കിയതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെയല്ല. ഇവിടെ ദുന്യാവിലൊരു കാര്യം നടന്നു കിട്ടണമെങ്കിൽ കിടക്കുന്ന ആളെ വണ്ടിയിൽ കിടത്തി കൊണ്ടുപോകണം, ഓഫീസർമാരുടെ കാഴ്ചവട്ടിലേക്ക് കൊണ്ടുപോകണ്ടേ? അയാളെ മുഖം കണ്ടാലേ ഇത് പാസാക്കി തരൂ, ഇത് ഒപ്പിട്ട് തരൂ എന്ന് പറയുന്നില്ലേ? ഇതാണ് സഹോദരങ്ങളെ അള്ളാന്റെ ദീനും ദുന്യാവിലെ നിയമവും തമ്മിലുള്ള വ്യത്യാസം. ദുന്യാവിലെ സുജായിക്ക് കാര്യം നടന്നു കിട്ടണമെങ്കിൽ എന്തു വേണം? ചില കാര്യങ്ങളൊക്കെ നിർബന്ധമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു വെച്ച നിയമം അതൊരിക്കലും പ്രയാസപ്പെടുത്തുന്ന, ബുദ്ധിമുട്ടിക്കുന്ന ഒരു നിയമമല്ല. പിന്നെയോ നമ്മുടെ കയ്യിലില്ലെങ്കിലും കടം വാങ്ങി ലോണെടുത്ത് ബില്ലടച്ചാൽ മാത്രമേ നിന്റെ രോഗത്തിന് ചികിത്സയുള്ളൂ എന്ന് പറയുന്ന എത്ര ഹോസ്പിറ്റലുകളുണ്ട്, ഇല്ലേ? ഉറപ്പല്ലേ അത്? നിന്റെ കയ്യിൽ പണമുണ്ടെങ്കിലേ ഇത് ഒപ്പിട്ട് തരൂ, ഇതൊക്കെ നടപ്പിലാക്കി തരൂ എന്ന് പറയുന്ന എത്രയെത്ര നിയമങ്ങളുണ്ട്. നിന്റെ കയ്യിൽ പണമുണ്ടെങ്കിലേ ഔറത്ത് മറക്കാനുള്ള വസ്ത്രം തരൂ, വിശപ്പടക്കാനുള്ള ഭക്ഷണം തരൂ, ദാഹമകറ്റാനുള്ള വെള്ളം തരൂ എന്ന് പറയുന്ന എത്ര നിയമങ്ങളുണ്ട്, ഇല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ മാ ആതാഹാ. അല്ലാഹു നിനക്ക് വരുമാനമായി തന്നതിൽ നിന്ന് നീ ചെലവഴിച്ചോ. 800 കിട്ടുന്ന ഒരാളെ മേൽ 10,000 സക്കാത്ത് കൊടുക്കാൻ അള്ള നിയമാക്കിയിട്ടില്ല. 1000 രൂപ വരുമാനമുള്ള ഒരു മനുഷ്യരോട് 1000 കൊടുത്തോ എന്ന നിർബന്ധ ബുദ്ധി അള്ളാഹു കാണിച്ചിട്ടില്ല. നിനക്കെന്താണോ അതിൽ നിന്ന് 10 100 50 എന്താണോ കൊടുക്കാൻ സാധിക്കുക അത് കൊടുത്തോ. ഇതാണ് ദുന്യാവും ദീനും തമ്മിലുള്ള വ്യത്യാസം. പിന്നെയോ ദുന്യാവിലെ ഓരോ നിയമങ്ങൾ നോക്കൂ നിങ്ങൾ. നമുക്കുണ്ടാകുന്ന മാനസിക സംഘർഷം എത്രയാണ്, പിരിമുറുക്കം എത്രയാണ്, കുടുസര എത്രയാണ്.
ഒരു കലാലയത്തിന്റെ നിയമങ്ങൾ, ഒരു കമ്പനിയുടെ നിയമങ്ങൾ, ഒരു അങ്ങാടിയുടെ നിയമങ്ങൾ, ഒരു രാജ്യത്തിന്റെ, ഒരു സംസ്ഥാനത്തിന്റെ നിയമങ്ങൾ, നമുക്കുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എത്രയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം നിയമമാക്കിയതിൽ, നോമ്പ് നിയമമാക്കിയതിൽ, സകാത്ത് നിയമമാക്കിയതിൽ എന്തില്ല? മാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. അല്ലാഹു നിങ്ങളെ ക്ലേശത്തിലാക്കാൻ, പ്രയാസത്തിലാക്കാൻ, ഞെരുക്കത്തിലാക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ ആരാ ഇതിങ്ങനെ ആക്കിയത്? അത് നമ്മൾ തന്നെയാണ്. നമ്മളിങ്ങനെ തലമ കൈവെക്കും, നമ്മളിങ്ങനെ മുഖം ചൊളിക്കും, നമ്മളിങ്ങനെ ചൂളിപ്പോകും. ഇനിയിപ്പോ നോമ്പായി, അല്ല ഇപ്പൊ സക്കാത്ത് കൊടുക്കണം, ഇനിയിപ്പോ 1 മണിക്കൂർ ക്ലാസ്സിൽ ഇങ്ങനെ കുത്തിയിരിക്കണം. ഇതാരാ ഇടങ്ങാറായി കണ്ടത്? ആരാ ഇതിനെ പ്രയാസമായി കണ്ടത്? നമ്മൾ തന്നെയാണ്. അള്ളാഹുവിന്റെ ദീൻ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പിന്നെയോ ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ, കഴിയുന്ന രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അത് മറയാക്കാൻ പറ്റൂല. എന്നെ കൊണ്ട് തരേ കഴിയുള്ളൂ. കാരണം എന്താ? ഫത്തഖുല്ലാഹ മസ്തതഅതും. അങ്ങനെ പറ്റൂല. നമുക്ക് എത്ര ശേഷിയുണ്ട്, എത്ര കണ്ട് സാധിക്കും, ഇതറിയുന്നവൻ അള്ളയാണ്. നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നവൻ അള്ളയാണ്. അതുകൊണ്ട് അങ്ങനത്തെ കളി നടക്കൂല. ഇതിനെ കൃത്യമായി ഉൾക്കൊണ്ടാൽ സഹോദരങ്ങളെ, നമുക്ക് യാതൊരു പ്രയാസവുമില്ലാതെ അള്ളാഹുവിന്റെ ദീനിനെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കാൻ സാധിക്കും. അതിലൂടെ വമസാകിന ത്വയ്യിബ, ഏറ്റവും നല്ലതായി, ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും മോടിയുള്ള എല്ലാ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന, വേണ്ടുവോളം ലഭിക്കുന്ന കൺകുളിർമയുടെ ലോകമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്വർഗീയ ഭവനം സ്വന്തമാക്കാൻ സാധിക്കും എന്നത് വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനമാണ്. ആ അധ്യാപനം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയാൽ മരണം വരെ ആശ്വാസത്തോടെ, സന്തോഷത്തോടെ ദുന്യാവിൽ കഴിയാം എന്നത് വിശുദ്ധ ഇസ്ലാം നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ള സന്തോഷ വാർത്തയായി അറിയിച്ചിട്ടുള്ള കാര്യമാണ്. ആ കാര്യത്തെ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും ചിട്ടപ്പെടുത്താനും നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളായ നാം ഓരോരുത്തരും അള്ളാഹു ഒരുക്കിയിട്ടുള്ള യഥാർത്ഥ സമാധാനത്തിന്റെ ഭവനം, സ്വർഗത്തിനു വേണ്ടി ഏത് രൂപത്തിലാണ് ഒരുങ്ങേണ്ടത്, എത്ര കണ്ട് ശ്രദ്ധയും ജാഗ്രതയും കൈവരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തിയ ഒരു കാര്യം, ഇദാ അമർത്തുക്കും ബി അംരിൻ ഫൗതു മിൻഹു മസ്തതഅതു. ഒരു കാര്യം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചാൽ ഫൗതു മിൻഹു, അതിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കണം, എടുക്കണം. മസ്തതഅതും, നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതൊക്കെ എടുക്കണം എന്നാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. ഒരു അധ്യാപകൻ ക്ലാസ് റൂമിലെ വിദ്യാർത്ഥികൾക്ക് കാര്യം പഠിപ്പിച്ചു കൊടുത്തിട്ട് അവസാനം പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ശരിക്കും പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് നിങ്ങൾ വരണം. അതതുപോലെ എഴുതി തയ്യാറാക്കി വരണം. ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടാണ് 90% അധ്യാപകരും ക്ലാസ് വിട്ടുപോകുക. ആ ക്ലാസ് എത്ര കുട്ടികൾക്ക് മനസ്സിലായി, ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നൊന്നും അയാളെ പ്രശ്നമല്ല. അയാൾ ഇങ്ങനെ ഒരു വാക്ക് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷങ്ങളിലായിക്കൊണ്ട് ദീനിനെങ്ങനെ പച്ചയായി പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, അവിടുന്ന് ഏൽപ്പിക്കപ്പെട്ട, അവിടുന്ന് അറിയിക്കപ്പെട്ട ഓരോ കാര്യങ്ങളും ഒഴിവാക്കാതെ ചെയ്യേണ്ടതാണ്. പറയേണ്ടത് പറയണം, ചെയ്തു കാണിക്കേണ്ടത് ചെയ്തു കാണിക്കണം, അംഗീകരിച്ചു കൊടുക്കേണ്ടത് അംഗീകരിച്ചു കൊടുക്കണം. അതാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാക്കപ്പെട്ടതിന്റെ ഉദ്ദേശം. രാത്രി നിസ്കാരം നോക്കൂ നിങ്ങൾ, നമുക്ക് നിർബന്ധമുള്ള കാര്യമല്ല, ആണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതും നിർബന്ധമാണ്. അപ്പൊ അവിടുന്ന് ഏൽപ്പിക്കപ്പെട്ടതൊക്കെ എന്ത് ചെയ്യണം? ഉമ്മത്തിനെ പഠിപ്പിക്കണം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ അറിയിച്ച കാര്യമാണ്, നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ ഏതറ്റം വരെയാണോ
ഒരു കാര്യത്തെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുക ആ അറ്റം നിങ്ങൾ പിടിക്കണം എന്നാണ്. അത്രയും നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകളെ, ഉപദേശങ്ങളെ, അമലു സ്വാലിഹാത്തുകളെ ശിരസാവഹിക്കാൻ, നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ സന്നദ്ധരാകണം എന്നത് വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനമാണ്. അതുകൊണ്ട് മടിയന്മാരായി, അതുപോലെ തന്നെ ഒരു പ്രത്യേക മരവിപ്പ് ബാധിച്ചവരായി ഒരിക്കലും നാം മാറ്റപ്പെടാൻ പാടില്ല. ഏത് പ്രായത്തിലുള്ളവരും അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകുന്ന നിമിഷം വരെ അവന്റെ ഇഷ്ടത്തിലും തൃപ്തിയിലുമായി നിലകൊള്ളും എന്ന ഒരു ശാഠ്യം, ഒരു വാശി നമുക്കുണ്ടായേ മതിയാകൂ. ആ ഒരു നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ തൗഫീഖ് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. നമ്മളെ കൊണ്ട് കഴിയുന്ന പോലൊക്കെ നമ്മൾ അധ്വാനിച്ചു, പക്ഷേ എത്തിപ്പിടിക്കാൻ സാധിച്ചില്ല. കാരണങ്ങൾ ഉണ്ടാകാം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അഫുവാക്കി തരും. മറിച്ച് മടിയന്മാരായി പിറകോട്ട് നിന്നാലോ സഹോദരങ്ങളെ അതൊന്നിനും പരിഹാരമാവുകയില്ല എന്ന് പ്രത്യേകം നാം ഓരോരുത്തരും മനസ്സിലാക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അതുപോലെ ഇന്ന് നമ്മുടെ കളക്ഷൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് താനൂര് ത്വാഹ ബീച്ച് ആ ഭാഗത്തുള്ള ഒരു പള്ളിയുടെ വിപുലീകരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കളക്ഷനാണ്. അവിടെ കടലോര മേഖലയായതുകൊണ്ട് വളരെ സാധാരണക്കാരായി ജീവിക്കുന്ന ആളുകളാണ്. ആ പള്ളിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കുറച്ചു മുമ്പ് കാണാൻ സാധിച്ചു. പുറത്തെല്ലാം ആളുകളാണ്, റോഡിലേക്ക് വരെ എത്തുന്ന രൂപത്തിലാണ് ജുമഅക്ക് ആളുകൾ ഉള്ളത്. ബഹുമാനനായ കുഞ്ഞാലി മദനി ഖുതുബ പറയുന്ന ഒരുപാട് ആളുകൾ സംഗമിക്കുന്ന ഒരു പള്ളിയാണത്. അവിടുത്തെ ഖുതുബകളൊക്കെ യൂട്യൂബിലും മറ്റും അത് കഴിഞ്ഞ ഉടനെ തന്നെ വളരെ വൈജ്ഞാനികമായ രീതിയിൽ ആ ഖുതുബകളൊക്കെ പുറത്തു വരാറുണ്ട്. അപ്പൊ അത് അവിടെ പങ്കെടുക്കാൻ വരുന്ന ആളുകൾ ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥ പള്ളിയുടെ വരാന്ത കഴിഞ്ഞ് അതിന്റെ മുറ്റം കഴിഞ്ഞ് റോഡിലേക്ക് വരെ എത്തിയ ഒരു സാഹചര്യമാണ്. അപ്പൊ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എത്ര പ്രയാസമുണ്ടാകും എന്നത്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന ഏറ്റവും നല്ല ഒരു തുക അള്ളാഹുവിന്റെ ഭവനത്തിന്റെ വിപുലീകരണത്തിനാണല്ലോ എന്ന് മനസ്സിലാക്കി അതാരും അറിയാതെ നമ്മളെ കൊണ്ട് കഴിയുന്ന നല്ല ഒരു സഹായം നമ്മളെ തേടിയെത്തിയവർക്ക് നൽകണം എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഉണർത്തുകയാണ്. റമളാന് മുമ്പ് അവർക്ക് ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങളൊക്കെ നന്നാക്കി അതിന്റെ പൂർണ്ണമായ രൂപത്തിലേക്ക് ആക്കണമെന്ന ആഗ്രഹമുണ്ട്. അള്ളാഹു സഫലമാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ നാളെ ഉച്ചക്ക് ഇവിടെ 2:30 സ്ത്രീകൾക്ക് പ്രത്യേകമായ പഠന ക്ലാസ് നടത്തുന്നുണ്ട്. നമ്മുടെ സഹോദരിമാർ ഇവിടെ എത്തിച്ചേരണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലും നമ്മുടെ ജീവിതം അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, മക്കൾ, വിശ്വാസികൾ, പണ്ഡിതന്മാർ, പ്രബോധകർ അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات ربنا تقبل منا ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.